ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നിങ്ങളുടെ 4 മാർക്സ് കൺഫേം ആക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഗ്രീൻ റെവല്യൂഷൻ ആണ്. ഗ്രീൻ റെവല്യൂഷൻ എല്ലാ വർഷവും ചോദിക്കാറുണ്ട്. അപ്പോൾ ഗ്രീൻ റെവല്യൂഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മെയിൻ ആയിട്ട് ഓർക്കേണ്ടത് ഹൈ യീൽഡിംഗ് വെറൈറ്റി സീഡ്സിന്റെ യൂസേജ് അഥവാ ഹൈബ്രിഡ് സീഡ്സിന്റെ യൂസേജിനെ കുറിച്ചൊക്കെയാണ് നിങ്ങൾ അവിടെ മെയിൻ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഗ്രീൻ റെവല്യൂഷന്റെ ആർഗ്യുമെന്റ്സ് ഇൻ ഫേവർ ആൻഡ് ആർഗ്യുമെന്റ്സ് എഗൻസ്റ്റ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് അതിന്റെ ബെനിഫിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. ഒന്ന്, ഇതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, അതിന്റെ പോസിറ്റീവ്സ് പറയുകയാണെങ്കിൽ. അതുപോലെ തന്നെ സ്റ്റോക്ക് ഓഫ് ഫുഡ് ഗ്രെയിൻസ് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, പ്രൈസ് കൺട്രോൾ ഓൺ ഫുഡ് ഗ്രെയിൻസ് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്, മോഡേണൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ മോഡേണൈസ് ചെയ്യാൻ പറ്റുന്നു, മാർക്കറ്റബിൾ സർപ്ലസ് നമുക്ക് ഇൻക്രീസ് ചെയ്ത് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്, ഫുഡ് ക്രൈസിസിനെ സോൾവ് ചെയ്യാൻ ഗ്രീൻ റെവല്യൂഷൻ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ സെൽഫ് റിലയൻസ് ആൻഡ് ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ എന്നുള്ള കാര്യങ്ങളിൽ സെൽഫ് റിലയൻസ് കൊണ്ടുവരാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതൊക്കെയാണ് ഇതിന്റെ പോസിറ്റീവ്സ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഇതിന് എഗൻസ്റ്റ് ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ എന്താണ്, ഇത് ഈ പറയുന്നത് പോലെ നമ്മുടെ റിച്ച് ആൻഡ് പുവർ ഫാമേഴ്സിന്റെ ഇടയിലുള്ള ഒരു ഡിസ്പാരിറ്റി കൂട്ടുന്നു, കൂടുതൽ അവർക്കാണ് ചെയ്യാൻ സാധിക്കുക. പിന്നെ അതൊരു സബ്സിഡി ബേർഡൻ വരുന്നുണ്ട്. ഇത് ഗ്രീൻ റെവല്യൂഷൻ നടപ്പാക്കുമ്പോൾ ഗവൺമെന്റ് അതിനനുസരിച്ച് സബ്സിഡി പ്രൊവൈഡ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരുന്നുണ്ട്, അതൊരു ബേർഡൻ ആവുന്നു. ആൻഡ് ഈ പറയുന്ന HYV സീഡ്സ് എന്ന് പറയുന്നത് ഈസിലി അറ്റാക്ട് ബൈ പെസ്റ്റ് ആണ്. പെസ്റ്റ് പെട്ടെന്ന് അറ്റാക്ക് ചെയ്യുന്ന രീതിയിലുള്ളതാണ് എന്ത്, നമ്മുടെ HYV സീഡ്സ്. അതുപോലെ തന്നെ ഇൻക്രീസ്ഡ് യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ്, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് തന്നെ വളരെയധികം നമ്മൾ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യേണ്ടി വരുന്നു. അപ്പൊ ഈ ഒരു ടോപ്പിക് നിങ്ങൾ മറക്കണ്ട, എക്സാമിന് ഉറപ്പായിട്ടും വരും. 4 മാർക്ക് കൺഫേം ആക്കിക്കോ ഗ്രീൻ റെവല്യൂഷനിലൂടെ.